ദീനാണ് അടിസ്ഥാനം. അള്ളാഹു നമ്മളെ അഭിമുഖീകരിക്കുക. ഇന്നാലിന്നെ തങ്ങളെ കയ്യെ മുത്തിയോ, ഇന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ, ഇതല്ല സിറാത്ത് പാൽ. അള്ളാഹിനെ കോടതി ചോദിക്കുക, ദീൻ എങ്ങനെയാണ്, ദീനിനെ നീ എങ്ങനെ കണക്കാക്കി, അതാ ചോദിക്കുക. അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അത്രയേ ഉള്ളൂ. മറ്റൊക്കെ നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. തങ്ങളെ കാൽമക്ക് വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവ് കൊണ്ട് നക്കി കൊടുത്തു, നല്ലതല്ലേ? ദീനുണ്ടെങ്കിൽ നല്ലതാണ്, ദീനില്ലെങ്കിൽ എന്താ അതിന് വില? ഒക്കെ നല്ല കാര്യം. ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല. അതൊന്നുമല്ല. തങ്ങളെ കാലിമത്തെ ഷൂജ് നാവ് കൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം, ഇതിനൊന്നും വിരോധമല്ല. പക്ഷെ എന്ത് വേണം? ഇപ്പറഞ്ഞ തങ്ങൾക്കും നിനക്കും ദീന് വേണം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അത് വേണം. ഒരു തറവാട്ടുകാരായാലും ഒരു തറവാട്ടുകാരാണ് അവരെങ്ങനെയാണ് ഓരോ കുറ്റം പറയാൻ പാടില്ല. അതൊക്കെ നിങ്ങളെ അടുക്കളയെക്കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങളോട് പറഞ്ഞോളി, ആൺകുട്ടികളോട് പറയരുത്. നമ്മളെല്ലാവരും ബഹുമാനിക്കും, പക്ഷെ അബദ്ധം കാണിച്ചാലും പറഞ്ഞാലും മറുപടിയാണ് പറയും. അതിന് പിന്നെ നമ്മളെല്ലാതാക്കങ്ങൾ നോക്കിക്കോളി, അത് നിങ്ങളെ പണി, നമ്മളെ പണിയല്ല. നമ്മളെല്ലാതാക്കങ്ങൾ നോക്കുന്നു, നിങ്ങൾ നോക്കിക്കോളി, ഞമ്മക്കെന്താ വിഷയം? ഞമ്മക്കിവിടെ എന്താകണം, നമ്മളെവിടെ പിന്നെ ഉപ്പിലിട്ട് പാത്തക്കണമെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കണം, ഒരു പ്രശ്നമില്ല. മരിക്കാൻ വേണ്ടി ജീവിക്കണമെന്ന് എന്താട ചങ്ങായി പ്രശ്നം? പിന്നെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അഭിമാനം, ഒരു സ്വന്തം താല്പര്യവും അഭിമാനവും ഇല്ല. ഓനിപ്പഞ്ഞ് കുറേ ആളുകൾ ചീത്ത പറഞ്ഞ് അതിലിപ്പോൾ എന്ത് പ്രശ്നമുണ്ട്? നമുക്കൊരഭിമാനമില്ല. ഇല്ല ഇസ്സത്ത് റസൂലില്ല. അള്ളാഹ് റസൂലിൻ്റെ അഭിമാനം നമ്മളെ അഭിമാനം, അള്ളാഹ് റസൂലിൻ്റെ അൽപ്പത്തരം നമ്മളെ അൽപ്പത്തരം. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ അതേ നമ്മളെ സന്തോഷം. ആ റസൂലുള്ളാഹിൻ്റെ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയാണ്, അതേ നമ്മളെ സന്തോഷം. എന്ത് പ്രശ്നം? ഈ ദുനിയാവിൽ ഒരാളെയും പറയാത്ത അങ്ങനത്തെ ചീത്തകൾ ഈ അടുത്ത ദിവസം വരെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് വിഷയമില്ല. അങ്ങനെ മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? അവരെ പേര് വെക്കരുത്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പിന്നീട് നിങ്ങളെ കാണുമ്പോൾ ഒരു വിഷമം തോന്നരുത്. അത് നിങ്ങളെ അങ്ങനെ എനിക്ക് എതിരെ ചീത്ത ഈ ദുനിയാവിലൊരു മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറപ്പുള്ള ചീത്തകൾ ഈ അടുത്ത ദിവസം എൻ്റെ മെസ്സേജിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ ദയവായി നിങ്ങളെ പേരയക്കരുത്. അപ്പം എന്താ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഒരു ഫോർവേഡ് മെസ്സേജായി അയക്കണം. നിങ്ങളെ മൊബൈലിൽ നിന്ന് നേരെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പിടുത്തം കിട്ടും. ആദ്യം നിങ്ങളെ പെണ്ണുങ്ങളെ ഫോണിലേക്കൊന്ന് ചെയ്യുക, എന്നിട്ട് ഓളെ ഫോണിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാക്കാൻ്റെ മുത്താപ്പാൻ്റെ മകൻ്റെ ഇങ്ങോട്ട് അയച്ചാൽ അപ്പം എനിക്കൊരു സന്തോഷമായി. അൽഹംദുലില്ലാ, അത് ഫോർവേഡ് മെസ്സേജാണ്. അപ്പം നിങ്ങളതല്ല, അപ്പം പ്രശ്നമില്ല. നമുക്ക് ഇതിൻ്റെ അപ്പുറമൊക്കെ ഇതിന് വരും നമ്മൾ ഉറപ്പിച്ച് കണ്ടാണല്ലോ ഇതിനിറങ്ങിയത്. അല്ലെങ്കിൽ എന്താ വേദന? നിങ്ങൾ ഹബീബാർസ് നിങ്ങൾ ഒരാളെ പേര് വെച്ച് അയാളോട് എനിക്ക് ദേഷ്യം തോന്നും. അത് വേണ്ട. നമ്മളൊക്കെ സിറാത്ത് പാലത്തിൽ ഒന്നിച്ച് രക്ഷപ്പെടേണ്ടവരും സ്വർഗത്തിൻ്റെ വാതിൽക്ക് ഒന്നിച്ച് കാണേണ്ടവരുമല്ലേ. അപ്പം നമ്മൾ തമ്മിൽ തെറ്റി കാണണ്ട. നമ്മൾ സ്വർഗത്തിലേക്കാണ് പോണ സമയത്തും ഇവനാണ് അന്ന് ആ മെസ്സേജ് അയച്ചതെന്ന് നമുക്ക് തോന്നും. അന്ന് വേണ്ട. നിങ്ങൾ എന്ത് ചീത്ത അയച്ചോളൂ, എന്ത് ചീത്തയും കേൾക്കാൻ പറ്റിയ കോലത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി. അതൊന്നും എനിക്ക് വിഷയമല്ല. ദീനാണ് പറഞ്ഞത്. പക്ഷെ പുറകോട്ട് പോകും നിങ്ങൾ വിചാരിക്കും വേണ്ട, ഒരിക്കലും പുറകോട്ട് പോകില്ല. ദീനാണ്. നീ എന്തും നമ്മൾ സഹിക്കുക, ദീനാകണം. അള്ളാഹു നമ്മളെ അപ്പം ഇതെന്തുകൊണ്ട് പുണ്യ ജീവിതകാലത്ത് ആ ചെരുപ്പ് എടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. നമ്മൾ വഫാത്തിന് ശേഷമെങ്കിലും ആ ചെരുപ്പ് നമുക്കൊന്ന് എടുക്കാം. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് ചെരുപ്പ് എടുക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അത്ര ആഗ്രഹമുള്ളൂ. ഒന്നും വിചാരിക്കണ്ട, ഇതൊന്നും ഒരു പിരാന്ത് പറയല്ല. നിങ്ങൾക്കൊരു പിരാന്താണ്, ഒരിക്കലും പിരാന്തല്ല. ഇത് അവസാനിപ്പിക്കുന്ന വിഷയമോ ഇല്ല. ദീനാണ് അടിസ്ഥാനം. അള്ളാഹു നമ്മളെ അഭിമുഖീകരിക്കുക. ഇന്നാലിന്നെ തങ്ങളെ കയ്യെ മുത്തിയോ, ഇന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ, ഇതല്ല സിറാത്ത് പാൽ. അള്ളാഹിനെ കോടതി ചോദിക്കുക, ദീൻ എങ്ങനെയാണ്, ദീനിനെ നീ എങ്ങനെ കണക്കാക്കി, അതാ ചോദിക്കുക. അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അത്രയേ ഉള്ളൂ. മറ്റൊക്കെ നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. തങ്ങളെ കാൽമക്ക് വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവ് കൊണ്ട് നക്കി കൊടുത്തു, നല്ലതല്ലേ? ദീനുണ്ടെങ്കിൽ നല്ലതാണ്, ദീനില്ലെങ്കിൽ എന്താ അതിന് വില? ഒക്കെ നല്ല കാര്യം.
അതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല. അതൊന്നുമല്ല ചിട്ട ഞങ്ങളെ കാലുമത്തെ ഷൂജ് നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം, ഇതിനൊന്നും വിരോധമല്ല. പക്ഷെ എന്ത് വേണം? ഇപ്പറഞ്ഞ തങ്ങൾക്കും നിനക്കും ദീന് വേണം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അത് വേണം. ഇല്ലെങ്കിൽ അതിനൊന്നും വലിയ